ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീ എം പി രാജേഷ് ഇന്നലെ മാധ്യമപ്രതിനിധികളെ അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണി കാണിക്കാനായിട്ട് കൊണ്ടുപോയതായി അറിഞ്ഞു. അദ്ദേഹം ഈ മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ട് മാധ്യമപ്രതിനിധികളെയും മറ്റും എല്ലാം കൊണ്ടുപോകുന്നതിന് പകരം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെ ഈ മഴവെള്ള സംഭരണി കാണിക്കാൻ കൊണ്ടുപോയിരുന്നുവെങ്കിൽ അത് കേരളത്തിലെ നിരവധി പഞ്ചായത്തുകൾക്ക് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഉപകാരപ്പെടുകയായിരുന്നു. മന്ത്രിയുടെ സന്ദർശനം, മന്ത്രിയുടെ വാദങ്ങളൊക്കെ കേട്ട സമയത്ത് എനിക്ക് തോന്നിയത് അദ്ദേഹം കേരളത്തിൻ്റെ ഒരു സംസ്ഥാന മന്ത്രിയാണോ അതോ ഓയിസിസ് കമ്പനിയുടെ PRO കം മീഡിയ കോർഡിനേറ്റർ ആണോ എന്നുള്ള സംശയം വന്നു. മദ്യക്കമ്പനിക്ക് വേണ്ടി ഇത്രയേറെ വാദിക്കാൻ, മദ്യക്കമ്പനിക്ക് വേണ്ടി ഇത്രയേറെ ജോലി ചെയ്യാൻ ശ്രീ എം പി രാജേഷിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുക. മദ്യക്കമ്പനിയോട് എന്തിനാ ഇത്ര കടപ്പാട്? മദ്യക്കമ്പനിയുടെ ആളുകൾ ഇതുവരെ ഉയർത്താത്ത വാദമുഖങ്ങൾ, അവർ മാധ്യമപ്രതിനിധികളോടോ അല്ലെങ്കിൽ പാലക്കാട്ടിലെ ജനങ്ങളോടോ പറയാത്ത കാര്യങ്ങൾ അതുപോലും പറയാൻ മന്ത്രി മുന്നോട്ട് വരികയാണ്. മന്ത്രി ഒരുപാട് വാദമുഖങ്ങൾ ഇന്നലെ ഉന്നയിച്ചു. അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണിയെ സംബന്ധിച്ച്, അവിടെ മഴവെള്ളം സംഭരിക്കുന്നതിനെ സംബന്ധിച്ച്, അവിടുത്തെ വിദ്യാർത്ഥികളുടെ എണ്ണം, അവിടുത്തെ അധ്യാപകരുടെ എണ്ണം, അവിടുത്തെ കോളേജുകളുടെ എണ്ണം. ഇത്രയും കാലം പാലക്കാട് ഇരുന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ഇതുവരെ മനസ്സിലാക്കാൻ മന്ത്രി തയ്യാറായില്ല. പക്ഷേ ഓയിസിസ് കമ്പനിക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം മന്ത്രി പഠിക്കാൻ തയ്യാറായിരിക്കും. അവിടുത്തെ അഹല്യ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ എണ്ണവും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരുടെ എണ്ണവും അവിടുത്തെ അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണിയെക്കുറിച്ച് എല്ലാം മന്ത്രി പഠിക്കാൻ തയ്യാറായിരിക്കുക. പാലക്കാട്ടുകാരനല്ലേ മന്ത്രി? കഴിഞ്ഞ 2000 മുതൽ അഹല്യ ക്യാമ്പസ് പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ മഴവെള്ള സംഭരണിയെക്കുറിച്ചും അവിടുത്തെ പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തുന്നതിനെ സംബന്ധിച്ചും എല്ലാം പാലക്കാട്ടുകാർക്ക് മാത്രമല്ല, ഈ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ മുഴുവൻ, പ്രമുഖരായിട്ടുള്ള ആളുകൾ മുഴുവൻ വന്ന് സന്ദർശിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. അത് വലിയ അത്ഭുതത്തോടു കൂടിയിട്ട് മന്ത്രി ഒരു മദ്യക്കമ്പനിക്ക് വേണ്ടി ഇന്നലെ മാധ്യമപ്രതിനിധികളുടെ മുന്നിൽ പറയുന്നത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്, ശ്രീ VS അച്യുതാനന്ദൻ്റെ ആരോഗ്യം പഴയ നിലയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ശ്രീ എം പി രാജേഷിനെ അദ്ദേഹം ചാട്ടവാറ കൊണ്ട് അടിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മദ്യക്കമ്പനിക്ക് വേണ്ടി, ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവ് ഒരു മദ്യക്കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കുന്നത് കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ശ്രീ VS അച്യുതാനന്ദന് ഇപ്പോൾ പഴയ ആരോഗ്യമില്ലാതിരുന്നത് ശ്രീ എം പി രാജേഷിൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എം പി രാജേഷ് വലിയ SFIയുടെ നേതാവായിരുന്നല്ലോ. ഈ ആവേശം, ഈ താല്പര്യമെല്ലാം എന്തുകൊണ്ട് കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ SFI പ്രവർത്തകരുടെ ക്രൂരമായിട്ടുള്ള റാഗിങ്ങിന് വിധേയമായി ഹോസ്പിറ്റലിൽ കഴിയുന്ന ലിബിനെ കാണാൻ, അവരുടെ മാതാപിതാക്കളെ കാണാൻ, പീരുമേടുള്ള അവരുടെ മാതാപിതാക്കളെ കാണാൻ എം പി രാജേഷിന് ഉണ്ടായില്ല എന്നുള്ളത് ഞാൻ അത്ഭുതത്തോട് കാണുക. ഇന്നലെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് അഹല്യ ക്യാമ്പസിൽ വന്ന് മദ്യക്കമ്പനിക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ വാദമുഖങ്ങൾ ഉയർത്തുന്ന എം പി രാജേഷ് പഴയ SFIയുടെ നേതാവാണ്. ആ ലിബിനെ ഒന്ന് പോയി കാണാൻ, ക്രൂരമായിട്ടുള്ള റാഗിങ്ങിനാണ് ലിബിൻ വിധേയമായിട്ടുള്ളത്. ആ ലിബിനെ ഒന്ന് പോയി കാണാനുള്ള മനസാക്ഷി പോലും എം പി രാജേഷിന് ഉണ്ടായില്ല എന്നുള്ളത് ദുഃഖകരമാണ്. മന്ത്രി പറഞ്ഞു അഹല്യ ക്യാമ്പസിൽ 15ഓളം ജലസംഭരണികൾ, ആ ജലസംഭരണികളിൽ ഓരോന്നും 1.5 മുതൽ 8 ഏക്കർ വരെയുണ്ട്. അവിടെ നിന്നുള്ള വെള്ളമാണ് അഹല്യ ക്യാമ്പസിന് ഉപയോഗിക്കുന്നതൊക്കെ. മന്ത്രി ഒരു കാര്യം മറച്ചു വെച്ചു. അഹല്യ ക്യാമ്പസ് എത്ര ഏക്കറിലാണ്? അഹല്യ ക്യാമ്പസ് 500-ലധികം ഏക്കറിലാണ് അഹല്യ ക്യാമ്പസ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഓയിസിസ് കമ്പനി വാങ്ങിയിരിക്കുന്ന സ്ഥലം 24 ഏക്കറാണ്. 500 ഏക്കറിൽ 2003 മുതൽ അഹല്യ ഗ്രൂപ്പ് അവർ മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കി കഴിഞ്ഞ 20-22 വർഷമായിട്ട് തുടർച്ചയായിട്ട് മഴവെള്ള സംഭരണം നടത്തിയിട്ട് അവിടെ ചെടികളും മരങ്ങളും എല്ലാം വെച്ച് അവിടെ പച്ചപ്പ് സൃഷ്ടിച്ചിട്ടാണ് ഇന്ന് അഹല്യയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നത്.
പാലക്കാട്ടിലെ ഏത് ആളുകളോടും ചോദിച്ചാൽ 3 പഞ്ചായത്തിലായിട്ടാണ് അഹല്യ ക്യാമ്പസ് കിടക്കുന്നത്. പുതുശ്ശേരി, വടകരപ്പതി, അതുപോലെ തന്നെ എലപ്പുള്ളി, 3 പഞ്ചായത്തുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന 500 ഏക്കറിലധികം വരുന്ന അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണിയെ ഓയസിസ് കമ്പനി ഉണ്ടാക്കുന്ന പറയുന്ന മഴവെള്ള സംഭരണിയുമായിട്ട് താരതമ്യം ചെയ്യാൻ മന്ത്രിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടതെന്നുള്ളത് ശ്രീ എം പി രാജേഷ് തന്നെ ആലോചിക്കുക. ബ്രൂവറി 24 ഏക്കറാണ്. മന്ത്രി ഇന്നലെ പറഞ്ഞു മഴവെള്ള സംഭരണി ഉണ്ടാക്കുക. അവിടെ സീറോ വേസ്റ്റ് പ്ലാന്റാണ്, മലിനജലം പുറത്തേക്ക് ഒഴുക്കില്ല, എല്ലാം കമ്പനിക്ക് വേണ്ടി എല്ലാ വാദമുഖങ്ങളും മന്ത്രി പറയുന്നുണ്ട്. ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക, മന്ത്രി ഇത്രയേറെ വാദമുഖങ്ങൾ ഉയർത്തുന്നുണ്ടല്ലോ, അവിടെ വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നുണ്ട്, എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നുണ്ട്, ENA സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നുണ്ട്, ബ്രൂവറി ബിയർ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കാനായിട്ട് കമ്പനിക്ക് പ്രതിദിനം ആവശ്യമായിട്ട് വരുന്ന വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്ന് പാലക്കാടിലെ ജനങ്ങളുടെ മുന്നിൽ മന്ത്രി പറയാൻ തയ്യാറാവണം. മന്ത്രി ഇപ്പോൾ മലമ്പുഴയൊക്കെ വിട്ടു. കാരണം മന്ത്രി കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് മലമ്പുഴയിൽ യഥേഷ്ടം വെള്ളമുണ്ട്, 2,26,000 ദശലക്ഷം ലിറ്ററാണ് മലമ്പുഴയുടെ കപ്പാസിറ്റി എന്നുള്ളത്. ഇക്കഴിഞ്ഞ ദിവസം പത്രങ്ങളിലും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ എല്ലാം സൈറ്റിൽ, ഇറിഗേഷൻ വകുപ്പിൻ്റെ എല്ലാ സൈറ്റിൽ നിന്ന് വ്യക്തമായി മലമ്പുഴയുടെ ഇപ്പോഴത്തെ സംഭരണം എത്രയാണെന്നുള്ളത്. 43% മലമ്പുഴയിൽ വെള്ളം ഉള്ളത്. സംഭരണ ശേഷിയുടെ 43%. ഫെബ്രുവരി മാസം ആയിട്ടുള്ളൂ. ഇനി മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസം കടുത്ത വേനലാണ്. ഇത്തവണ പാലക്കാടിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ഒരു പ്രദേശമായിട്ട് പാലക്കാട് മാറിയിരിക്കുക. ആ പാലക്കാട് എൻ്റെ കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള മലമ്പുഴയിൽ 43% ഇന്ന് സംഭരണശേഷിയിലുള്ള വെള്ളമുള്ളത്. മന്ത്രി ഈ കാണിക്കുന്ന ആവേശം, മദ്യക്കമ്പനിക്ക് വെള്ളം കൊടുക്കാനായിട്ടും മദ്യക്കമ്പനിക്ക് വെള്ളം മേടിച്ചു കൊടുക്കാനായിട്ട് കാണിക്കുന്ന ആവേശം എന്തുകൊണ്ട് പറമ്പിക്കുളം ആളിയാർ പ്രശ്നത്തിൽ കാണിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതം. നമ്മുടെ ആയിരക്കണക്കിന് കർഷകരുടെ കൃഷിക്ക് സഹായകരമാവുന്നതാണ് പറമ്പിക്കുളം ആളിയാർ വെള്ളം. പറമ്പിക്കുളം ആളിയാറിൽ നിന്നും കേരളത്തിന് അർഹതപ്പെട്ട വെള്ളം ലഭിക്കാതെ ആ പ്രദേശത്തെ കർഷകർ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുക. 2 മന്ത്രിമാരുണ്ട്. പറമ്പിക്കുളം ആളിയാറിൻ്റെ പേരിൽ ചിറ്റൂരിൽ നിന്നും മത്സരിച്ച് ജയിച്ച ശ്രീ കൃഷ്ണൻകുട്ടി, അദ്ദേഹം കേരളത്തിൻ്റെ മന്ത്രിയാണ്. പറമ്പിക്കുളം ആളിയാർ വിഷയത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തും ശബ്ദമുയർത്തുന്ന ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ 8-9 വർഷമായിട്ട് പറമ്പിക്കുളം ആളിയാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വാദിക്കാനില്ല, അദ്ദേഹം അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. മദ്യക്കമ്പനിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. കൊക്കോക്കോളയ്ക്കെതിരെ സമരം നടത്തിയ ആളാണ് ശ്രീ കൃഷ്ണൻകുട്ടിയും ശ്രീ രാജേഷും എല്ലാം. പെപ്സിക്കെതിരായിട്ട് സമരം നടത്തിയ ആളുകളാണ്. ആ ആളുകളാണ് ഇപ്പോൾ പറമ്പിക്കുളം ആളിയാറിന് വേണ്ടിയിട്ട് കേരളത്തിലെ കർഷകർക്ക് അർഹതപ്പെട്ട വെള്ളം ലഭിക്കാനുള്ള പറമ്പിക്കുളം ആളിയാറിനെ സംബന്ധിച്ച് പറയുന്നില്ല, മറിച്ച് മദ്യക്കമ്പനിക്ക് വെള്ളം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് ഇവർക്കിപ്പോൾ താല്പര്യം. 2 പേരും സാധാരണക്കാരുടെ മന്ത്രിമാരാണെന്നാണ് പറയുന്നത്, പാവപ്പെട്ടവരുടെ പാർട്ടിയുടെ ആളുകളാണെന്ന് പറയുന്നത്. പക്ഷേ 2 ആൾക്കും ഇപ്പോൾ താല്പര്യം മദ്യക്കമ്പനികളോടാണ്. ഞങ്ങൾ ശ്രീ എം പി രാജേഷിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ വ്യവസായം വരുന്നതിനെതിരാണ്, കേരളത്തിൻ്റെ വികസനത്തിന് സഹായകരമാവുന്നതാണ് മദ്യക്കമ്പനി അടക്കമുള്ള വ്യവസായങ്ങൾ വരുന്നത്. ഞങ്ങൾ എഗ്രി ചെയ്യുന്നു, ഇവിടെ വ്യവസായങ്ങൾ വരണം. കേന്ദ്ര സർക്കാർ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ പാലക്കാട്. ആ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ദിനംപ്രതി ആവശ്യമുള്ള 15 ദശലക്ഷം ലിറ്റർ വെള്ളം എവിടുന്ന് കൊടുക്കുന്നത് ശ്രീ എം പി രാജേഷ് വ്യക്തമാക്കാൻ തയ്യാറാവണം. മദ്യക്കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ മലമ്പുഴയുടെ വെള്ളം കൊടുക്കുന്ന പറയുന്നത്, അത് കിൻഫ്രയുടെ നിന്നുള്ള വെള്ളം കൊടുക്കുന്ന പറയുന്നത്. കിൻഫ്രയ്ക്ക് അനുവദിച്ച വെള്ളത്തിൻ്റെ 3.5 ദശലക്ഷം ലിറ്റർ വെള്ളം ഇപ്പോൾ ഓൾറെഡി കിൻഫ്ര ഉപയോഗിക്കുന്നുണ്ട് ദിനംപ്രതി. ഇനി കിൻഫ്രയ്ക്ക് ഉള്ള പുതിയ കമ്പനികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കിൻഫ്രയുടെ ഇൻഡസ്ട്രിയൽ പാർക്കിൽ അവിടേക്കുള്ള കമ്പനികൾക്ക് വെള്ളം കൊടുക്കാനാണ് കിൻഫ്ര ഈ 10 ദശലക്ഷം ലിറ്റർ വെള്ളം പറഞ്ഞിരിക്കുന്നത്. ഇത് കിൻഫ്രയുടെ പാർക്കിനകത്ത് വരുന്ന കമ്പനിയല്ല. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിക്ക് ആവശ്യമായിട്ട് വരുന്ന വെള്ളം അഡീഷണൽ ആയിട്ട് 15 ദശലക്ഷം ലിറ്റർ. ഈ വെള്ളം എവിടുന്ന് കൊടുക്കും? കേരളത്തിൻ്റെയും പാലക്കാടിൻ്റെയും മുഖച്ഛായ മാറ്റുന്നതാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി. ആ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്ന സമയത്ത് അതിന് വെള്ളം കൊടുക്കാനുള്ള നടപടികളും അതിനുള്ള സോഴ്സും കണ്ടെത്താതെ ഒരു മദ്യക്കമ്പനിക്ക് വേണ്ടിയിട്ട് മാത്രം വാദിക്കുന്ന ആളായിട്ട് ശ്രീ എം പി രാജേഷ് മാറിയിരിക്കുക. എം പി രാജേഷ് പറഞ്ഞു മഴവെള്ള സംഭരണി ഇവിടെ
മഴനിഴൽ പ്രദേശമാണ് കിഴക്കൻ മേഖല പാലക്കാടിൻ്റെ. അവിടെ മഴവെള്ള സംഭരണി പ്രായോഗികമല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. അത് തെറ്റാണെന്ന് തെളിഞ്ഞുവല്ലോ അഹല്യ ക്യാമ്പസിൽ. ഞങ്ങൾ ശരിവെക്കുന്നു. മഴവെള്ള സംഭരണി കിഴക്കൻ മേഖല മഴനിഴൽ പ്രദേശമാണെങ്കിലും മഴവെള്ള സംഭരണി അഹല്യ ക്യാമ്പസിൽ നല്ല രീതിയിൽ നടപ്പാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് വടകരപ്പതിയും മെരുത്തേമ്പതിയും പോലെയുള്ള കിഴക്കൻ മേഖലയിൽ ഈ മഴവെള്ള സംഭരണി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊണ്ട് നിർമ്മിപ്പിച്ച് അവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള ഒരു പദ്ധതി പോലും കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ശ്രീ എം പി രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തിയിട്ടുണ്ടോ? മദ്യക്കമ്പനിയുടെ മഴവെള്ള സംഭരണിയെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന മന്ത്രി സ്വന്തം വകുപ്പിന് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വകുപ്പിനെ കൊണ്ട് ആ കിഴക്കൻ മേഖലയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള മഴവെള്ള സംഭരണികൾ, യഥേഷ്ടം മഴ കിട്ടുന്നതാണല്ലോ പറയുന്നത്, മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കിയാൽ ആ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയുമല്ലോ. അത്തരം പദ്ധതികൾ എന്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിക്കുന്നില്ല? അപ്പോൾ മന്ത്രിക്ക് ബോധ്യമുണ്ട് ഇത് അവിടെ മഴ കുറഞ്ഞ പ്രദേശമാണ്, മഴവെള്ള സംഭരണികളിൽ നിന്നും സംഭരിക്കാൻ കഴിയുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണ്, അത് പ്രായോഗികമല്ല എന്ന് ഉത്തമ ബോധ്യമുള്ള മന്ത്രി അഹല്യ ക്യാമ്പസ് സ്വന്തം നിലയിൽ കഴിഞ്ഞ 20-25 വർഷത്തെ അവരുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാക്കിയ മഴവെള്ള സംഭരണി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരാൻ പോകുന്ന ഒരു കമ്പനിക്ക് വേണ്ടി വാദിക്കുക. 20-22 വർഷം കൊണ്ടാണ് അവർക്ക് ഈ മഴവെള്ള സംഭരണ ഉപയോഗം കിട്ടിയിട്ടുള്ളത്. 25-ൽ പ്ലാന്റ് നിർമ്മിച്ച് 26-ൽ പ്രൊഡക്ഷൻ ആരംഭിക്കുന്ന മദ്യ കമ്പനിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൽ നിന്നുള്ള മഴവെള്ള സംഭരണിയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? മന്ത്രി പറയുന്നത് പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവരെ ജനങ്ങളെ അണിനിരത്തി കൈകാര്യം ചെയ്യുന്ന. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, മന്ത്രിക്കും പാർട്ടിക്കും കിട്ടിയ വിഹിതത്തിൻ്റെ ബലം, അതിൻ്റെ കനം എത്രയാണെന്ന് ഇപ്പോൾ പാലക്കാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾ മനസ്സിലാക്കുക. കാരണം ഓയസിസ് കമ്പനിക്ക് വേണ്ടി ഗുണ്ടാപ്പണി പോലും എടുക്കാൻ ശ്രീ എം പി രാജേഷ് തയ്യാറാവുന്നു, പാർട്ടിയും തയ്യാറാവുന്നു ഉള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ഞങ്ങൾ ശ്രീ എം പി രാജേഷിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഓയസിസ് കമ്പനിക്ക് വേണ്ടി പാർട്ടിയുടെ ഗുണ്ടാ ടീമിനെ ഇറക്കി ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അതേ രീതിയിൽ പ്രതികരിക്കാൻ എലപ്പുള്ളിയിലെയും പാലക്കാട്ടിലെയും ജനങ്ങൾ തയ്യാറാവും. ശ്രീ എം പി രാജേഷ് ഈ മദ്യക്കമ്പനിക്ക് വേണ്ടിയിട്ട് അഹല്യ ക്യാമ്പസിൽ പോയതിന് പകരം ഈ പ്ലാന്റ് വരുന്ന ഓയസിസ് കമ്പനിയുടെ പദ്ധതി പ്രദേശത്തൊന്ന് പോകാൻ തയ്യാറാവണം. അവിടുത്തെ സാധാരണക്കാരായ കർഷകരെ കാണാൻ എം പി രാജേഷ് തയ്യാറാവണം. അവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ എം പി രാജേഷ് തയ്യാറാവണം. ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവിടുത്തെ 150-200ഓളം കുടുംബങ്ങളിലെ ആളുകൾ പറയുന്നത് കഴിഞ്ഞ 10-15 വർഷം മുമ്പ് കിൻഫ്രയ്ക്ക് സ്ഥലം കൊടുക്കാനായിട്ട് അക്വിസിഷൻ കഴിഞ്ഞ് അവിടുന്ന് വീട് മാറി വന്ന ആളുകളാണ്. ഞങ്ങൾ ഇവിടെ വീട് വെച്ച് തുടങ്ങി ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ഞങ്ങൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഞങ്ങളെ ഇവിടുന്ന് വീണ്ടും കുടിയൊഴിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ മദ്യ കമ്പനി വന്നാൽ ഉണ്ടാവുക. പെപ്സി കമ്പനി അടച്ച സമയത്താണ് ഞങ്ങളുടെ കിണറുകളിൽ വെള്ളം കിട്ടാൻ തുടങ്ങിയത്. ഞങ്ങളുടെ കുഴൽ കിണറുകളിൽ വെള്ളം ലഭിക്കാൻ തുടങ്ങിയത് പെപ്സി കമ്പനി അടച്ചതിന് ശേഷമാണ്. ഇപ്പോൾ വീണ്ടും ഒരു മദ്യ കമ്പനി ഇവിടെ വരുമ്പോൾ വലിയ ആശങ്കയിലാണ് ഞങ്ങളെന്ന്. ആ ആളുകളെ കാണാനാണ് എം പി രാജേഷ് ആദ്യം തയ്യാറാവേണ്ടത്. തൃത്താലയിൽ ഇക്കഴിഞ്ഞ ദിവസം ഉറൂസിനോടനുബന്ധിച്ച് ദേശോത്സവം എന്നുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ ദേശോത്സവത്തിൽ എഴുന്നള്ളിപ്പിൽ ഹമാസ് ഭീകരരായിട്ടുള്ള ഇസ്മയിൽ ഹാനിയുടെയും അതുപോലെ തന്നെ യഹിയ സിൻവറുടെയും ചിത്രങ്ങൾ എഴുന്നള്ളത്തിന് ഉപയോഗിച്ചിരുന്നു. ഈ ദേശോത്സവം കമ്മിറ്റിയുടെ ഭാരവാഹികൾ ആരാണെന്ന് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും. കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ മുഹമ്മദ് കൊപ്പം, അദ്ദേഹമാണ് ഈ ദേശോത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. സെക്രട്ടറി അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള CPM നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ ശ്രീനിവാസനുമാണ്. ഈ ദേശോത്സവ കമ്മിറ്റി ഈ ദേശോത്സവം സംഘടിപ്പിക്കുന്നത് എല്ലാ സമയത്തും രാജ്യദ്രോഹപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളാണ് അവിടെ നടത്തുന്നത്. ദേശോത്സവത്തിൻ്റെ പേരിൽ അതിന് മുമ്പിലത്തെ വർഷം നടത്തിയ സമയത്ത് സദാം ഹുസൈൻ്റെ ചിത്രങ്ങളാണ് ഈ ദേശോത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ചത്. ഓരോ വർഷവും അവർ
ഭീകരവാദികളുടെയും അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ആഗോളതലത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ദേശോത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പ് നടക്കുന്നത്. ശ്രീ എം പി രാജേഷും ശ്രീ വി ടി ബലറാമുമെല്ലാം തൃശ്ശൂർ പൂരത്തിന് ശ്രീരാമചന്ദ്രൻ്റെ ചിത്രം എഴുന്നള്ളിച്ച സമയത്ത്, ഫോട്ടോ എഴുന്നള്ളിച്ച സമയത്ത് വലിയ വിമർശനം നടത്തിയ ആളുകളാണ്. തൃശ്ശൂർ പൂരത്തിന് എങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു ചോദിച്ച ആളുകളാണ്. ഇപ്പോൾ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ അവിടെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ചിട്ട് പോലും ഈ നിമിഷം വരെ അതിനെ തള്ളിപ്പറയാനോ അതിനെ അപലപിക്കാനോ ശ്രീ എം പി രാജേഷും ശ്രീ വി ടി ബലറാമും തയ്യാറായിട്ടില്ല. ഞങ്ങൾ ആരോപിക്കുകയാണ്, ശ്രീ എം പി രാജേഷിൻ്റെയും വി ടി ബലറാമിൻ്റെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയോടുകൂടിയിട്ടാണ് അവിടുത്തെ പഴയ SDP-കാരായിട്ടുള്ള PFI-കാരായിട്ടുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ദേശോത്സവത്തിൻ്റെ ആളുകൾ ഈ ഭീകരരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ധൈര്യം കാണിക്കുന്നു. കേരളത്തിലെ പോലീസ് ഇതുവരെ അത് സംബന്ധിച്ച് യാതൊരു നടപടിയെടുത്തിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ വെസ്റ്റ് ജില്ലയുടെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ആ മണ്ഡലത്തിൻ്റെ ഭാരവാഹികളും എല്ലാം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇതുവരെ അത് സംബന്ധിച്ച് ഒരു കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, ആഗോള ഭീകരരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ച ദേശോത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കെതിരായിട്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കോൺഗ്രസും CPM-ഉം യഥാർത്ഥ മതേതര പാർട്ടികളാണെങ്കിൽ, ഈ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടികളാണെങ്കിൽ, ഈ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരായിട്ട് രാജ്യവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ അപലപിക്കാനും തള്ളിപ്പറയാനും അവർ തയ്യാറാവണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്.